ബൈബിളിൽ 3 പേർക്കാണ് മംഗളവാർത്ത ലഭിച്ചത്. ഒന്നാമത് സെക്രിയാവ് എന്ന പുരോഹിതനും, രണ്ടാമത് യോസേപ്പിനും, മൂന്നാമത് മറിയയ്ക്കുമാണ്. ഈ 3 പേരുടെ മംഗളവാർത്തയും സകല മനുഷ്യരാശിക്കും ഏറ്റവും അനുഗ്രഹപൂർണമാണ്. ആയതിനാൽ ആ മംഗളവാർത്തയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. സെക്രിയാവ് എന്ന പുരോഹിതൻ ദൈവാലയത്തിലെ ഏറ്റവും വിശേഷമായ സ്ഥലത്ത് ദൈവിക ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേക ദൈവാലയത്തിലെ വിശേഷപ്പെട്ട സ്ഥലത്തെ പുരോഹിതന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയിൽ ഒന്നായ ധൂപം കാട്ടുന്ന ശുശ്രൂഷയിൽ വ്യാപൃതനായിരിക്കുമ്പോഴാണ് ഗബ്രിയേൽ മാലാഖ മംഗളവാർത്തയുമായി സക്രിയ പുരോഹിതന്റെ അടുക്കൽ വരുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് വേദപുസ്തകത്തിൽ രണ്ടാമതായി പറഞ്ഞിരിക്കുന്ന മംഗളവാർത്ത. യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസേപ്പിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്നു എങ്കിലും അവർ സഹവസിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനായിരുന്നതുകൊണ്ടും അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ അവന് ആഗ്രഹം ഇല്ലാതിരുന്നതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ അവൻ തീരുമാനിച്ചു. ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ യഹോവയുടെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസേപ്പേ, മറിയയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. അതുകൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. ഇതാണ് രണ്ടാമത്തെ മംഗളവാർത്ത. മൂന്നാമത്തെ മംഗളവാർത്തയും കൂടെ നമുക്ക് ഈ സമയം ഒന്ന് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസേപ്പ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ ചെന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് പരിഭ്രമിച്ചു. ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശുവെന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജത്വത്തിന് അവസാനമുണ്ടാകയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ കന്യകയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും,
അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിന്നിടും. ആകയാൽ നിനക്ക് ജനിക്കുവാൻ പോകുന്ന വിശുദ്ധ സന്തതി ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ബന്ധുവായ എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് വിളിച്ചു വന്നവൾക്ക് ഇത് 6-ാം മാസമാകുന്നു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. അങ്ങനെയെങ്കിൽ വാത്സല്യമുള്ള ദൈവമക്കളെ, വിശുദ്ധ വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് പുതിയ നിയമ വേദപുസ്തകത്തിൽ 3 മംഗളവാർത്തകളാണ് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്നാമത്, പുരോഹിതനായ സക്രിയാവിനാണ് മംഗളവാർത്ത കിട്ടുന്നത്. രണ്ടാമത്, വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരുന്ന യോസേഫിനും മറിയയ്ക്കും മംഗളവാർത്ത കിട്ടി. ഈ 3 മംഗളവാർത്തയും ഒറ്റയൊരാളാണ് നൽകിയത്. അത് ഗബ്രിയേൽ എന്ന മാലാഖ ആകിയാൽ ആ ഗബ്രിയേൽ എന്ന മാലാഖയുടെ പ്രാധാന്യം വേദപുസ്തകത്തിലുടനീളം ദൈവവചനം വിശ്വസിക്കുന്ന ഏത് ദൈവമക്കൾക്കും വളരെ വിലമതിക്കപ്പെട്ടിരിക്കുകയാൽ നമ്മളും ആ ഗബ്രിയേൽ മാലാഖയുടെ ഈ 3 മംഗളവാർത്തകളെയും മനോഹരമായ രീതിയിൽ പരിഗണിച്ച് നമ്മുടെ ജീവിതത്തിൽ അതിനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈ 3 മംഗളവാർത്തകളിലും അന്തർലീനമായിരിക്കുന്ന 2 അന്തസത്തകളിൽ ഒന്ന്, യോഹന്നാൻ സ്നാപകന്റെ ജനനം, അത് യേശുവിന്റെ മുന്നോടിയായിട്ടുള്ളതാണെങ്കിൽ മറ്റ് 2 മംഗളവാർത്തകൾ യേശുവിനെ കുറിച്ചുള്ളതാണ്. ഈ 3 മംഗളവാർത്തകളും നമുക്ക് നല്ലതായി നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കാം. അതിനായി കർത്താവ് നമ്മെ എവിടെയും സഹായിക്കുമാറാകട്ടെ. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒരു ആത്മീയ ഗാനം കൂടി ഈ സമയം നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് ആരംഭിക്കാം. നമ്മള് ഈ മനോഹരമായ സന്ധ്യാസമയം വേദപുസ്തകത്തിൽ നിന്നും ലോകത്തിന്റെ ചരിത്രത്തിൽ നിന്നുമായി ഈ ക്രിസ്മസിനെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ ചിന്തിക്കുവാൻ പോവുകയാണ്. അതിന്റെ മുന്നോടി എന്നവണ്ണം ഒരു വാക്യം ഞാൻ വീണ്ടും നിങ്ങളുടെ മുൻപിൽ വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം. ആ 2-ാം അധ്യായത്തില് ഒട്ടനവധി കാര്യങ്ങളാണ് യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിന്റെ 10-ാം വാക്യം ഇത്തരണത്തിലൊന്ന് വായിക്കട്ടെ. ദൂതൻ അവരോട് പറഞ്ഞത്, മറിയാമിനോടും യോസേഫിനോടും കൂടെയാണ് ഗബ്രിയേൽ മാലാഖ ഈ കാര്യം പറയുന്നത്. ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഈ വാക്യം നമ്മൾ പ്രത്യേകം പരിഗണിക്കണം. സർവജനത്തിനും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അതിന്റെ മുന്നോടി എന്ന നിലയിൽ അലങ്കാരങ്ങളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അലങ്കാരങ്ങൾ മുൻപന്തിയിൽ നിൽക്കുവാനുണ്ടായ കാരണത്തിൽ ജാതി മതവിശ്വാസങ്ങൾക്ക് പ്രസക്തിയില്ല. ഏത് ജാതി മതവിശ്വാസത്തിൽ ഉൾപ്പെട്ടവരാണെങ്കിലും അവര് മറ്റുള്ളവരുടെ സമ്മർദ്ദത്താലോ അവരുടെ കണ്ണുകളാൽ കാണുന്നതിന്റെ അടിസ്ഥാനത്തിലോ മാർക്കറ്റിൽ സുലഭമായി ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്താലോ അലങ്കാരത്തിലേക്ക് വരുന്നതായി കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ അലങ്കരിച്ചു കഴിയുമ്പോൾ അവരറിയാത്ത ഒരു സന്തോഷം അവരുടെ ഉള്ളിൽ ഉടലെടുക്കുകയാണ്. ഈ വാക്യം എത്രയോ പ്രസക്തമാണ്. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. അതുകൊണ്ട് ക്രിസ്മസ് എന്നത്
ഒരു കൂട്ടം ആൾക്കാർക്ക് വേണ്ടിയുള്ളതല്ല, സർവ മനുഷ്യർക്കുമുള്ള സന്തോഷത്തിന്റെ കാര്യമാണ് എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഈ സന്തോഷ വാർത്ത നിങ്ങളുമായി ഞാൻ പങ്കിടുവാൻ ആഗ്രഹിക്കാം. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഒരു കാലാവസ്ഥയിലും ഒരു കാലഘട്ടത്തിലും ആരാലും മാറ്റിവെക്കാതെ തുടർച്ചയായി ആഘോഷിച്ചു പോരുന്ന ഒന്നാണ്. പ്രത്യേക ലോകത്തിൽ മാറ്റമില്ലാത്ത ഒറ്റ ഡേറ്റ് ഡിസംബർ 25 എന്നീ ആ ഡേറ്റ് ഈ ഉത്സവത്തിന് മാത്രമേ ഉള്ളൂ. ബാക്കി ഏത് മതവിഭാഗക്കാരുടെ ഏത് ഉത്സവത്തിന്റെ ഡേറ്റുകളും മാറ്റത്തോടു കൂടിയായിരിക്കും ഓരോ വർഷവും പ്രസിദ്ധീകരിക്കപ്പെടുക. എന്നാൽ ആരംഭിച്ച് ഔദ്യോഗിക ഡേറ്റായി ഏതാണ്ട് കോൺസ്റ്റന്റീൻ ചക്രവർത്തി റോമാ സാമ്രാജ്യം ഭരിക്കുമ്പോൾ ലോകത്തിൽ പ്രഖ്യാപിച്ച ആ ഒരു ദിവസത്തിന് മാറ്റമില്ലാതെ ഇന്നും തുടരുകയാണ്. അതുകൊണ്ട് ക്രിസ്മസിന്റെ പ്രസക്തി വലുതാണ് എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ബർത്ത് ഓഫ് ക്രൈസ്റ്റ് അഥവാ ക്രിസ്തുവിന്റെ ആഗമനം ഗബ്രിയേൽ മാലാഖ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ദൈവം നൽകിയ വചന അറിയിപ്പ് മറിയയ്ക്ക് നൽകിയത് മാർച്ച് മാസം 25-ാം തീയതി ആയിരുന്നു. ദൈവത്തിന്റെ വചനം മറിയാമിന്റെ കാതുകളിലൂടെ മറിയാമിന്റെ ഉദരത്തിൽ പ്രവേശിച്ച നിമിഷത്തിൽ തന്നെ മറിയ ഗർഭം ധരിച്ചു. അതിനുശേഷം 9 മാസം പൂർത്തിയായ ദിവസം യേശുവിനെ മറിയം ഈ ഭൂമിയിൽ ജന്മം നൽകി അഥവാ പ്രസവിച്ചു. മാർച്ച് മാസം 25-ാം തീയതി മുതൽ ഡിസംബർ മാസം 25-ാം തീയതി വരെ കണക്ക് കൂട്ടുമ്പോൾ 270 ദിവസങ്ങൾ അഥവാ 9 മാസം പൂർത്തീകരിക്കപ്പെടുക. 9 മാസം പൂർത്തീകരിക്കപ്പെട്ട ദിവസമാണ് ഡിസംബർ 25 എന്ന ആ ഒരു സ്ഥിരമായ ഡേറ്റിൽ എത്തിച്ചേർന്നത്. ഈ കണക്ക് എല്ലാ വർഷവും ഒന്നുപോലെയാണ്. എല്ലാ വർഷവും ഡിസംബർ മാസമുണ്ട്. എല്ലാ വർഷവും ഡിസംബർ മാസം 25-ാം തീയതിയുണ്ട്. ആ 25-ാം തീയതി എന്ന ദിവസം ക്രിസ്മസ് ദിവസമാകിയാൽ ആ ദിവസത്തിന് മാറ്റമില്ല. റോമാ സാമ്രാജ്യം ലോകത്തെ ഭരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. റോമാ സാമ്രാജ്യത്തിലെ ഒരു ദേവൻ, സൂര്യദേവൻ, ആ സൂര്യദേവന്റെ ജന്മദിനം ഡിസംബർ 25 എന്ന് റോമാ സാമ്രാജ്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സൺ നാലിയ എന്ന ദേവനാണ് ഡിസംബർ മാസം 25-ാം തീയതി ജനിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം എല്ലാ വർഷവും ഡിസംബർ 25-ാം തീയതി റോമാ സാമ്രാജ്യം ലോകത്തിൽ നല്ലതുപോലെ നിലകൊണ്ട കാലഘട്ടങ്ങളിൽ ആഘോഷിച്ചു പോന്നു എന്നതിന് ചരിത്ര രേഖകളുണ്ട്. എന്നാൽ ബൈബിളിന്റെ പഴയ നിയമത്തിലെ അവസാന പുസ്തകമാകുന്ന മലാഖിയുടെ പ്രവചന പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ പ്രവാചകൻ ഇങ്ങനെയാണ് ദൈവത്തിന്റെ സ്വർഗീയ
അരുളപ്പാട് അരുളി ചെയ്യുന്നത്, നീതി സൂര്യനായ ക്രിസ്തു രോഗോപശാന്തിയോടുകൂടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഉദിക്കും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഡിസംബർ മാസം 25-ാം തീയതി സൂര്യദേവന്റെ പിറന്നാൾ ദിനമായി റോമാ സാമ്രാജ്യത്തിൽ അവർ ആഘോഷിക്കുമ്പോൾ അതിനേക്കാൾ എത്രയോ വിലയേറിയ മാഹാത്മ്യമുള്ള അവസ്ഥയിൽ സകല മനുഷ്യരാശിയുടെയും പാപമെന്ന രോഗത്തിന് നിവാരണമായി, നിവർത്തീകരണമായി, പരിഹാര മാർഗമായി ഒരാൾ ഈ ലോകത്തിലേക്ക് വന്നു. അവൻ കർത്താവായ യേശുവാണ്. അവന്റെ ഈ ഭൂമിയിലേക്കുള്ള വരവിന് പറയുന്ന പേരാണ് ക്രിസ്മസ്, ക്രിസ്തു ജനിച്ച ദിവസം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതുകൊണ്ട് ഡിസംബർ മാസം 25-ാം തീയതി ലോക മനുഷ്യർക്ക് മുഴുവനും വിലയേറിയ ദിവസമായി കാണുന്നത് കൊണ്ട് ആ ദിവസത്തെ സകല മനുഷ്യർക്കും ആനന്ദകരമായ ഒരു ദിവസമായി ബൈബിളിലും സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ AD 306 മുതൽ 337 വരെയുള്ള കാലഘട്ടമാണ് റോമാ സാമ്രാജ്യം ലോകത്തെ ഭരിക്കുമ്പോൾ മനുഷ്യർക്ക്, പ്രത്യേകിച്ച് ക്രൈസ്തവർക്ക് ഏറ്റവും ആഹ്ലാദപ്രദമായ ഒരു ഭരണകാലഘട്ടം. ഈ കാലഘട്ടമാണ് കോൺസ്റ്റന്റീൻ ചക്രവർത്തി റോമാ സാമ്രാജ്യം ഭരിക്കുന്നത്. ഈ മനുഷ്യനാണ് ഡിസംബർ 25-ാം തീയതി റോമൻ ജാതീയ ജനങ്ങളുടെ ജാതീയ ദേവനായ ആ സൂര്യദേവന്റെ ജനന ദിവസം കർത്താവായ യേശു എന്ന ലോകരക്ഷകന്റെ ജനന ദിവസമായി ചരിത്രത്തിലേക്ക് മാറ്റിയത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒന്നാമത്തെ ക്രിസ്മസ് ദിനമായി ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് AD 354 റോമിൽ തന്നെയാണ്. രണ്ടാമത് AD 379 ഇന്നത്തെ തുർക്കി എന്ന് പറയുന്ന സ്ഥലത്തെ കോൺസ്റ്റാന്റിൻ ഓപ്പിൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. മൂന്നാമത്തെ ആഘോഷം AD 385 ഇന്ന് യുദ്ധഭൂമിയായി കത്തിയമർന്നുകൊണ്ടിരിക്കുന്ന സിറിയ എന്ന് പറയുന്ന രാജ്യത്തെ അന്ത്യോക്യയിലാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആ പ്രദേശങ്ങളിലെല്ലാം പോയി. ആ പ്രധാനമന്ത്രിയുടെ ക്ഷണനം സ്വീകരിച്ച് അന്ത്യോക്യയിലെ പാത്രിയാർക്കീസ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് മടങ്ങിപ്പോയത് ഏതാണ്ട് അടുത്ത ദിവസമാണ്. അദ്ദേഹം പെട്ടെന്ന് തന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ ദിവസങ്ങൾ ചുരുക്കി പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ക്രിസ്മസിന്റെ കാലഘട്ടമാകിയാൽ എനിക്ക് വളരെ വേഗത്തിൽ തിരിച്ചു പോകണം എന്നതാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, റോമിൽ ക്രിസ്മസ് ആഘോഷിച്ചു, കോൺസ്റ്റാന്റിനോപ്പിളിൽ ക്രിസ്മസ് ആഘോഷിച്ചു, അന്ത്യോക്യയില് ക്രിസ്മസ് ആഘോഷിച്ചു. അന്നു മുതൽ ലോകം മുഴുവനും ജാതിയെന്നോ മതമെന്നോ വിശ്വാസമെന്നോ വ്യത്യാസമില്ലാതെ സകല മനുഷ്യരും ക്രിസ്മസ് ആഘോഷിക്കുകയാണ് എന്നുള്ള കാര്യം നാം മറന്നുപോകാതെ അറിഞ്ഞ് ഓർത്തിരിക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നമ്മെ ഓർപ്പിക്കുകയാണ്. പ്രത്യേക ക്രിസ്തീയ വിശ്വാസത്തിൽ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഇതിനെ ആഘോഷിക്കുന്നത്. ചില ആൾക്കാര് ത്രിത്വ കീർത്തനമായി പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തില്
ഇതിനെ പ്രഘോഷിപ്പിക്കാറുണ്ട്. അതിന് മുഖ്യമായി ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനായ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു എന്ന് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും സാക്ഷി നിർത്തി ഈ ത്രിത്വ കീർത്തനമായി ക്രിസ്മസ് ആഘോഷിക്കുക ലോകത്തിൽ കാണുന്നുണ്ട് എന്നുള്ള കാര്യം ഇന്ന് പലക്കാലം ഞാൻ നമ്മെ ഓർപ്പിക്കാം. കർത്താവായ യേശുവിന്റെ ക്രൂശുമരണത്തിന് ശേഷം മാലാഖമാർ നടത്തിയ ഒരു സ്തുതിപ്പാണ് അരിമത്യക്കാരനായ യോസേഫും നിക്കോദമോസും ചേർന്ന് നടത്തിയ അതിനുള്ള ഒരു പ്രാർത്ഥനയാണ്, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന്. അങ്ങനെയെങ്കിൽ വാത്സല്യമുള്ള ദൈവമക്കളെ, നമുക്ക് വേണ്ടി ജനിച്ചു, നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, നമുക്ക് വേണ്ടി എല്ലാം ഈ ഭൂമിയിൽ നിറവേറ്റിയ കർത്താവ് എത്രയോ വലിയവനാണ് എന്നുള്ളതുകൂടെ ഈ ക്രിസ്തുമസിന്റെ നാളുകളിൽ നമ്മൾ അറിയേണ്ടത് അനിവാര്യമാണെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് നമുക്ക് പറയാം. നമുക്ക് വേണ്ടി കർത്താവ് ക്രൂശിക്കപ്പെട്ടില്ല എങ്കിൽ, അവൻ നമ്മളോട് കരുണ കാണിച്ചില്ല എങ്കിൽ ഇങ്ങനെ ഒരു ക്രിസ്തുമസ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവ്യമാകത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അവന് വേണ്ടി നന്ദി പറയുന്നതെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഈ നാളുകളിൽ നമുക്ക് നമ്മുടെ വീടുകളിലും വീടിന്റെ സമീപത്തുമെല്ലാം ഗായക സംഘത്തിന്റെ ഗാനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ക്രിസ്മസ് കരോൾ ഗാനങ്ങൾ എന്നാണ് അത് പൊതുവെ പറയപ്പെടുന്നത്. യേശു ക്രിസ്തുവിന്റെ ജനനത്തെ സൂചിപ്പിച്ചുകൊണ്ട് ക്രിസ്മസ് കാലത്ത് ആലപിക്കുന്ന സമൂഹ ഗാനമാണ് ക്രിസ്മസ് കരോൾ ഗാനങ്ങൾ. ലൂക്കോസ് 2-ാം അധ്യായം 14-ാം വാക്യമാണ് ഈ കരോൾ ഗാനം ലോകത്തിൽ ഉണ്ടാകുവാൻ കാരണമായി തീർന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്ന് ദൈവദൂത സന്ദേശമാണ് ഈ ഗാനങ്ങളുടെ ഉത്ഭവത്തിന് ആധാരമായി നിൽക്കുന്നത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞത് മാലാഖമാരാണ്. കർത്താവായ യേശുവിന്റെ ജനനം അതാ ക്രിസ്മസ് ദിനമെങ്കിൽ മാലാഖമാരുടെ സ്വർഗീയ സന്ദേശ ഗാനം അതാകിയാൽ ആ ഗാനത്തെ അടിസ്ഥാനമാക്കിയാണ് ലോകത്തിൽ എന്നും ഏതാണ്ട് ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച കാലം കരോൾ ഗാനം ആലപിച്ച് എല്ലാ വീടുകളിലേക്കും ചെല്ലുന്നത് എന്നുള്ള കാര്യം മറന്നു പോകാതെ നമ്മളും അറിയേണ്ടത് അനിവാര്യമാണെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുക. ഏതാണ്ട് ഈ ക്രിസ്തുമസ് അടുക്കുമ്പോൾ ആ സമയം മുതൽ ഏതാണ്ട് ന്യൂ ഇയർ അതിന്റെ ഒരു തുടക്കം, ആദ്യത്തെ ഒരു 6 ദിവസം വരെ, ഏതാണ്ട് ഒരാഴ്ച വരെ ഇതിനോടുകൂടെ ആൾക്കാരെല്ലാവരും വിശ്വാസം ഏതാണെങ്കിലും അവരെല്ലാം മനോഹരമായ ചിത്രങ്ങളുള്ള കാർഡുകൾ പോസ്റ്റ് ചെയ്ത് എത്തിച്ചു കൊടുക്കാറുണ്ട്. ക്രിസ്മസ് കാർഡ് ഏതാണ്ട് AD 1800-നും 1900-നും ഇടയിൽ ഇംഗ്ലണ്ടിലെ മ്യൂസിയം ഡയറക്ടറായിരുന്ന ഹെൻറി കോളിൻ ക്രിസ്മസ് ആശംസ നേർന്നുകൊണ്ട് ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്കും ആദ്യമായിട്ട് കത്തെഴുതി ആ കത്തിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ക്രിസ്മസ് കാർഡ്സ്, ന്യൂ ഇയർ കാർഡ്സ് ജനങ്ങൾക്ക് കൈമാറ്റം ചെയ്യുന്നത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ 2 ദിവസങ്ങളും കൂടി അടുത്തു വരുന്നത് എത്രയോ ആനന്ദകരമാണ്. ഏതാണ്ട് ഒറ്റയാഴ്ചയിലാണ് ഇത് രണ്ടും കയറി വരുന്നത് എന്നുള്ള കാര്യം മറന്നു പോകാതെ നമ്മളും അറിഞ്ഞിരിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ നമ്മെ ഏവരെയും ഓർപ്പിക്കുകയാണ്. ഈ കാർഡിൽ എഴുതിയിരിക്കുന്ന സന്ദേശം എ മേരി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം
ക്രിസ്തുമസിന് ആനന്ദകരമായ സന്തോഷകരമായ വരവേൽപ്പ്, അതോട് ചേർന്ന് തന്നെ പുതുവർഷത്തെയും ഹാർദവുമായി സ്വീകരിക്കുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ 2024 ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിലും 2025 ആ ഒരു വർഷത്തെ നല്ലതുപോലെ ഹാർദവുമായി സ്വീകരിക്കുവാനുള്ള ഒരു ഒരുക്കമായിരിക്കട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. 1949 ലോക ശിശുക്ഷേമ സംഘടന ക്രിസ്മസ് കാർഡ് വിറ്റ് സമ്പാദിച്ച പണം 50 ലക്ഷം കോടി ഡോളറായിരുന്നു. ആ പണം 115 രാജ്യങ്ങളിൽ കുട്ടികളെ സഹായിക്കാൻ അവർ ഗിഫ്റ്റായിട്ട് കൊടുത്തു. ക്രിസ്മസിന്റെ വില എത്ര ഭയങ്കരമാണ്! എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചത് 50 ലക്ഷം കോടി ഡോളറിന്റെ ക്രിസ്മസ് കാർഡ് വിറ്റത് 1949 ആണെങ്കിൽ, ഇതേപോലെ ഇത്രയും വിലയ്ക്ക് വിറ്റഴിയപ്പെട്ട ഒരു പബ്ലിസിറ്റി, അതുമായി ബന്ധപ്പെട്ട ഒന്ന് ലോകത്തിൽ ഇന്നയോളം ചരിത്രത്തിലില്ല. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ക്രിസ്മസിന്റെ വില എത്രയോ വലുതാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പം ക്രിസ്മസിന് നക്ഷത്രങ്ങൾ കാണുവാൻ സാധിക്കുന്നു. ക്രിസ്മസിന്റെ മുന്നോടിയായി നല്ല പടമുള്ള കാർഡുകൾ സമ്മാനിക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ക്രിസ്മസ് ട്രീ എവിടെയും ആനന്ദകരമായി. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ജർമ്മനിയാണ് ഇതിന്റെ ജന്മദേശം. ജർമ്മനിയിലെ ജനങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് വൃക്ഷത്തെ ആരാധിച്ചുകൊണ്ടിരുന്നവരാണ്. എന്നാൽ ആ ജർമ്മനിയിലെ ജനസമൂഹം നല്ല ശതമാനവും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം അവർ ആരാധിച്ചുകൊണ്ടിരുന്ന വൃക്ഷങ്ങളെ ക്രിസ്മസ് ട്രീകളാക്കി അവർ മാറ്റി. എത്രയോ ആനന്ദകരമാണ്! ജീവിതത്തിലെ മാറ്റം എത്രയോ വലുതാണ്! അങ്ങനെയാണ് ഏതാണ്ട് ക്രിസ്മസ് ട്രീക്ക് ഒരു ആരംഭമായി ലോകത്തിൽ കാണുവാൻ കഴിയുന്നത്. നിത്യഹരിതമായ പൈൻ എന്ന വൃക്ഷമാണ് അവര് ആ ട്രീയായി ഉപയോഗിച്ചത്. അത് ഏതാണ്ട് പ്രായച്ചിത്വമായിട്ടെല്ലാം അതിന് ബന്ധമുണ്ട് എന്ന് കാണുവാൻ സാധിക്കുന്നു. ഇങ്ങനെയും കൂടെ പല വേദ പണ്ഡിതന്മാരും പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് പൈൻമരം അവര് ആഗ്രഹിച്ചിരുന്നു എന്നുകൂടി ക്രിസ്തീയ പണ്ഡിതന്മാര് അഭിപ്രായപ്പെടുന്നുണ്ട്. ഒരു കാര്യം കൂടെ കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഒരു ക്രിസ്മസ് അപ്പൂപ്പനെയും കൂടെ നമ്മൾ കാണാറുണ്ട്, സാന്താക്ലോസ്. AD 325 350 ഇടയിൽ ഏഷ്യ മൈനറിലെ ലൈസിയായി ജീവിച്ചിരുന്ന വിശുദ്ധ നിക്കോളാസ് വിദ്യാർത്ഥികളുടെയും നാവികരുടെയും രക്ഷാദേവരായി നായകനായി ചരിത്രത്തിൽ അറിയപ്പെടുന്നു. ഈ നിക്കോളാസ് ആണ് ക്രിസ്മസ് അപ്പൂപ്പൻ. ഇദ്ദേഹം രാത്രി സമയങ്ങളിൽ ഭവനങ്ങൾ സന്ദർശനം നടത്തി കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ നൽകിയിരിക്കുന്നു. ഇതിന്റെ ഓർമ്മയിലാണ് ലോകമെമ്പാടും ക്രിസ്മസ് കേക്കുകൾ വ്യാപിക്കുവാൻ ഇടയായത്. അതുകൊണ്ട് നിങ്ങൾ മറക്കരുത്, സാന്താക്ലോസ് അല്ലെങ്കിൽ നിക്കോളാസിനെ നമ്മൾ മറക്കരുത്. പൊതുവെ നമുക്ക് പലർക്കും അറിയാം നിക്കോളാസ്. തങ്കച്ചസാറിനൊക്കെ കുറച്ച് കൂടുതലായിട്ട് അറിയായിരിക്കും. കാരണം ക്രൈസ്തവ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും ഈ നിക്കോളാസിനെ കൂടുതലായിട്ട് പരിചയം ഉണ്ടായിരിക്കുമെന്ന് കൂടെ കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ നിക്കോളാസ് ആണ് സാന്താക്ലോസ് ഭവനങ്ങൾ സന്ദർശിച്ച് കുട്ടികൾക്ക് സമ്മാനങ്ങളും മധുരപലഹാരങ്ങളും നൽകിയിരുന്നത്. അതുകൊണ്ടാണ് ക്രിസ്മസിനും മധുരപലഹാരങ്ങളും വിശേഷ വസ്ത്രങ്ങളും ഭവനങ്ങളിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. സാന്ത എന്ന ഡാനിഷ് ഡച്ച് പദത്തിൽ നിന്നാണ് ഈ സാന്താക്ലോസ് അല്ലെങ്കിൽ ക്രിസ്മസ് ഫാദർ എന്ന പദമുണ്ടാകുന്നത്. സാന്ത, നിക്കോളാസ്, ഈ രണ്ട് ഡച്ച് പദങ്ങളുടെ സമന്വയമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ക്രിസ്മസ് ഫാദർ. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും ഈ മനോഹരമായ ആനന്ദകരമായ സന്തോഷകരമായ ഈ ക്രിസ്മസ് നാളുകൾ അനുഗ്രഹപൂർണമായിരിക്കട്ടെ. അതോടൊപ്പം ഇതിന്റെ അവസാനം നമ്മളിലേക്ക് വരുന്ന
പുതുവർഷത്തിന്റെ ആ ഒരു പുത്തൻ അനുഭവം കൂടെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായി തീരണം എന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ സന്ദേശത്തിൽ നിന്ന് മടങ്ങി പോകുമ്പോൾ ഒറ്റ വാക്യം എനിക്ക് അവസാനം പറയാനുള്ളത് ഗലാത്യ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ വാക്യം ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രസന്റേഷൻ ആയിരിക്കട്ടെ. പൗലോസ് പറയാണ്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ ജനിക്കുന്ന ഒരു അനുഭവമാണ് ക്രിസ്മസ്. പ്രിയവാത്സല്യമുള്ള ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ ജനിക്കുന്ന ആ മഹനീയമായ ഒരു ജനനത്തിന്റെ മുന്നോടിയാണ് ക്രിസ്മസ് എന്നുള്ള കാര്യം മറക്കരുത്. ലോകത്തിൽ അവൻ എന്നേക്കുമായി ജനിച്ചുവെങ്കിൽ ഈ ക്രിസ്മസ് നാളിൽ അവൻ നമ്മുടെ ഉള്ളത്തിൽ ജനിക്കുന്ന ഒരു ആത്മീയ അനുഭവത്തോടുകൂടി നമുക്ക് ഈ ക്രിസ്മസ് ആഘോഷം വളരെ മനോഹരമാക്കി തീർക്കാമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സന്ദേശത്തിൽ വിടവാങ്ങിയാണ്. കർത്താവ് നമ്മളെ എല്ലാവരെയും ഈ ക്രിസ്മസ് ദിനത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.